നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്കൊരു പരിപ്പുവടി ഉണ്ടാക്കിയാലോ? പരിപ്പുവട തന്നെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്തിട്ടാണ് ഈ പരിപ്പുവടി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതേസമയം വളരെ ഹെൽത്തിയുമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ പരിപ്പുവട നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പരിപ്പുവട ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് കുതിരാൻ വെക്കണം. 1 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിനുശേഷം വേണം പരിപ്പുവട ഉണ്ടാക്കാനായിട്ട്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് മൂറ്റിയെടുക്കാം. ഇനി ഈ പരിപ്പ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തരുതരുപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അരക്കുമ്പോൾ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലിടക്കൊക്കെ പരിപ്പ് ഫുള്ളായിട്ട് തന്നെ അരയാതെ കിടക്കുന്നുണ്ട്. അത് പ്രശ്നമില്ല. പരിപ്പോടെ കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പരിപ്പ് കടിക്കാൻ കിട്ടില്ല. അത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1/2 കപ്പ് കാബേജ് ചേർക്കാം. നന്നായി ചെറുതായി മുറിച്ചെടുത്ത കാബേജാണ്. ഇതിലേക്ക് 1/4 കപ്പ് ബീൻസ് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. എല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങണം. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ല ഉരുട്ടി കൊടുക്കാം. അതിനുശേഷം ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് വടയുടെ ഷേപ്പിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റുള്ള വടകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ എപ്പോഴും പെട്ടെന്ന് വട കരിഞ്ഞു പോകും. പിന്നെ ഉള്ളിലൊന്നും വെന്തിട്ടും ഉണ്ടാവില്ല. നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് വട ഉണ്ടാവണമെങ്കിൽ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. വടയൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കണം. 2 സൈഡും ഒരുപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി വട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്പി പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പുവടയാണിത്. കൂടുതൽ പച്ചക്കറിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു നല്ല ചൂടുള്ളൊരു ചായയും കൂടിയും കിട്ടിയാൽ കുശാലായി. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.